അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും ഒറ്റൊരു ഡൗട്ടേ ഉള്ളൂ. അതായത് ഇത് എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി ആണോ അതോ വൈൽഡ് കാർഡ്സ് ആണോ എന്ന് സംശയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഔട്ടായതിൻ്റെ ഒരു കുശുമ്പ് എല്ലാവരുടെയും ഇതിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രഞ്ജിത്ത്, നമ്മുടെ ബിൻസി, പിന്നെ ശൈത്യ, ഇവരിലൊക്കെ നമ്മൾ ഔട്ടായതിൻ്റെ ആ ഫ്രസ്ട്രേഷൻ ഇവരുടെ ഇതിൽ കാണുന്നുണ്ട്. അതായത് ഇവരുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, ബാക്കിയുള്ളവർ നേരത്തെ ഔട്ടായതിൻ്റെ ഒരു ഇത് ഫ്രസ്ട്രേഷൻ എന്തായാലും ഇവരുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ രഞ്ജിത്ത് അനീഷിനോട് കാണിച്ചതും അത് ചുമ്മാ കിടന്ന് ചൊറിയുക. അതായത് ഇവർ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഫിനാലെ വീക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ചുമ്മാ വന്നിരുന്ന് ചൊറിയുക. പ്രത്യേകിച്ച് നമ്മുടെ ശൈത്യ മറ്റേ കട്ടപ്പയുടെ കാര്യമൊക്കെ ഇപ്പോൾ അനുമോളുടെ അടുത്ത് ഇറക്കുന്നുണ്ട്. അതായത് ഈ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാവും. അതായത് അനുമോളുടെ ആ പ്രശ്നം നിൻ്റെ PR തന്നെയാണ് ഞാനും കൊടുത്തിരിക്കുന്നത്, ഞാനും എൻ്റെ അച്ഛനും കുറേ പൈസ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ ആഴ്ച പറയേണ്ട ഒരു കാര്യമില്ല. അതായത് പുള്ളിക്കാരി ഓൾറെഡി ഔട്ടായി. അനുമോൾ PR കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് വേറൊരു ഇതാണ്. അത് പക്ഷേ ഔട്ടായ കണ്ടസ്റ്റൻസ് പറയേണ്ട യാതൊരു, അതായത് വൈൽഡ് കാർഡാണെങ്കിൽ പിന്നെ മനസ്സിലാക്കി ഇത് വൈൽഡ് കാർഡല്ല, ഇത് ജസ്റ്റ് ഔട്ടായ എക്സ് കണ്ടസ്റ്റൻസ് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ ഫിനാലെ വീക്കിൽ കയറി വരിക. അപ്പോൾ ഇതേപോലത്തെ പരിപാടി ചെയ്യുന്നത് ശരിയായെന്ന് തോന്നില്ല. അതേപോലെ തന്നെ ബിൻസിക്കും ഇതേപോലെ തന്നെ അപ്പാനി മറ്റേ ഞാൻ ഔട്ടായ സമയത്ത് ഇതേപോലെ എൻ്റെ അടുത്ത് വേറെ രീതി കണ്ടു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വീണ്ടും ബിൻസി വരുന്നുണ്ട്. അത് എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു, 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, ഞാനും കുറേ നാൾ നിന്നേനെ, ആ ഒരു കുശുമ്പ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. രഞ്ജിത്ത് എനിക്കറിയാൻ പാടില്ല, രഞ്ജിത്ത് വന്ന പാടെ രഞ്ജിത്തിന് കുറേ എന്തൊക്കെയോ കാണിച്ച് കൂട്ടണം എന്ന രീതിയിൽ സാരിയൊക്കെ ഉടുപ്പിക്കാൻ പറയുന്നു. അനുമോൾ സീക്രട്ട് ടാസ്ക് സാരി ഉടുപ്പിക്കണം, അങ്ങനെ കുറേ അനുമോളുടെ കുറേ ചൊറിഞ്ഞ് നടക്കുന്നു. എനിക്ക് PR ഇല്ലാത്തൊരു ചായ ഇട്ട് തരാമോ എന്ന് പറഞ്ഞ് കുറേ അനുമോളെ ചൊറിയാൻ നടക്കുന്നു, കുറേ നേരം നമ്മുടെ അനീഷിനെ ചൊറിയാൻ പറയും, അങ്ങനെ എല്ലാവരും ചൊറിയാൻ നടക്കുന്നു. അതായത് ഇവർ കാണുന്നത്, അതായത് ഇവരിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ കയറിയ 6 പേരിൽ അപ്പാനി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും അതായത് എന്തോ ഒരു പേഴ്സണലായിട്ട് ഇവർക്ക് ഗ്രഡ്ജല്ല, ഒരു കുശുമ്പ്. അതായത് ഇവർക്ക് നേടാൻ പറ്റിയില്ല, അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ളവരെ അങ്ങോട്ട് താത്താൻ നോക്കുകയാണ് മെയിനായിട്ട്. ഇനി എന്തായാലും നാളെ മറ്റേ ബാക്കിയുള്ള നമ്മുടെ ജിഷിനും പ്രവീണും ബാക്കിയുള്ളവരൊക്കെ കയറും. മറ്റേ മസ്താനിയൊക്കെ ഇനി ഉണ്ട് കയറാനായിട്ട്. ഇനി നാളെയും മിക്കവാറും 6 പേരായിരിക്കും. എനിക്കൊന്ന് ബുധനാഴ്ച വരെ എൻട്രി കാണും. അതിന് ശേഷമായിരിക്കും എനിക്കൊന്ന് വ്യാഴാഴ്ച ആയിരിക്കും എനിക്കൊന്ന് മിഡ് വീക്ക് എവിഷൻ നടക്കാൻ പോകുന്നത്. ചിലപ്പോൾ ബുധനാഴ്ച ആയിരിക്കും, അറിയാൻ പാടില്ല. നാളെ ഇനി എത്ര പേര് കയറുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.